ഇപ്പൊ ഹിന്ദു മിത്തോളജിയിൽ ലക്ഷ്മിയെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും പറയുന്ന പോലെയാണ്. ലക്ഷ്മി അങ്ങനെ ഒരിക്കൽ വന്ന് മുട്ടിയാൽ, ധനം വന്ന് മുട്ടിയാൽ അതിനെ നന്നായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അതിനെ മാത്രമല്ല, അതിനെ കൊണ്ടുവന്ന് ഇരുത്തി, അതിനെ പൂജാമുറിയിൽ കൊണ്ടുവന്നിരുത്തി അതിനെ പൂജിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ അവൾ ഇറങ്ങിപ്പോവും. വിദ്യ അങ്ങനെയല്ല. വിദ്യ ഒരിക്കൽ വന്നാൽ എന്ത് ചെയ്താലും അവിടെ തന്നെ ഉണ്ടാവും അറിവ്. അതൊരിക്കലും മരിക്കുന്നില്ല. പക്ഷെ ഇന്ന് അത് സ്മാർട്ട് വർക്കിനാണ് സ്ഥാനം, ഹാർഡ് വർക്കിന്നില്ല. ഇന്ന് ഹാർഡ് വർക്ക് ചെയ്ത അങ്ങനെ ചെയ്തവരുടെ ആരോഗ്യം നശിച്ചും ഒരു തലമുറയെ നമുക്കിങ്ങനെ കാണാം. ഇന്ന് അതുകൊണ്ട് എല്ലാം യന്ത്രവൽക്കരണവും AI വരെ വന്നു കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ സ്മാർട്ടായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. വെറുതെ പണിയെടുക്കുക അല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം തിങ്കേഴ്സ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, പ്രോബബിലിറ്റി തിങ്കേഴ്സ് ആയിട്ടുള്ള, സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളുടെ അടുത്തേക്ക് ഒഴുകി എത്തുന്നതാണ് ഭാഗ്യം. സമയം വളരെയേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പും അനിവാര്യമാണ്. ഭാഗ്യം വന്ന വഴികൾ എന്ന സീരീസ് തുടരുകയാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. റോബിൻ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വന്ന കുറച്ച് കമന്റുകൾ ഉണ്ടല്ലോ. നമ്മൾ ഇന്ദ്രൻസിനെയും മോഹൻലാലിനെയും കമ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള 1-2 കമന്റ്സ്. എന്താ ഷാജി അങ്ങനെ? ഇന്ദ്രൻസിന്റെ അഭിനയത്തെ കുറിച്ചും മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ചും റോംജിയുടെ ഒരു കമന്റ് ആവശ്യമാണ് ഈ എപ്പിസോഡിൽ, ഭാഗ്യത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ. ഓക്കെ, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പൊ US വരെ നമുക്ക് പരിചയമുള്ള 1-2 ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രൻസ് ഒരു മോശം നടനല്ല, ഇന്ദ്രൻസിന്റെ അഭിനയത്തിനെ കുറച്ച് കാണിച്ചുകൊണ്ടല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറയുമ്പോൾ ഒരു മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഷാജിക്ക് അത് മനസ്സിലാകും കുറച്ചുകൂടെ. മോഹൻലാലിന്റെ ഒരു ഡേറ്റ് നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ, ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു വലിപ്പം, അത് ആർട്ടിസ്റ്റിന്റെ ആ ഒരു വലിപ്പം മാത്രമല്ല, സാമ്പത്തികത്തിന്റെ വലിപ്പം വെച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഭാഗ്യത്തെ എപ്പോഴും സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമല്ലോ. അപ്പൊ അത് ഇന്ദ്രൻസിന്റെ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻസ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ആളുകളുടെ ഇടയിലേക്ക് കാര്യമായി വന്ന വലിയ സിനിമ എന്റെ സിനിമ തന്നെയാണ്. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലാണ് ഇന്ദ്രൻസ് വന്നത്. എനിക്ക് അത്രയും ബന്ധമുള്ള ഒരാളാണ്. ഇപ്പോഴും ആ ബന്ധമുണ്ട്. നല്ല നടൻ നിലയ്ക്ക് ഞാൻ വളരെ ഊഷ്മളമായ സ്നേഹമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. ഈ അർത്ഥത്തിലാണ് അതിനെ കമ്പയർ ചെയ്തത്. അപ്പൊ നമ്മള് ഈ കോണ്ടെക്സ്റ്റ് നോക്കണം. ആളുകൾ എപ്പോഴും പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് നോക്കണം. പിന്നെ അവര് ഈ ആളുകളോടുള്ള ചില താല്പര്യം വെച്ചിട്ട് പറയാണ്. അങ്ങനെ മോശമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ലെങ്കിലൊന്നും ഒരു ഓർമ്മപ്പെടുത്തി ഇങ്ങനെ എന്നേ ഉള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. ഈ മാനത്തെ കൊട്ടാരത്തിൽ നിന്ന് തുടങ്ങിയ ഇന്ദ്രൻസ് നല്ല ഭാഗ്യമുള്ള നടൻ തന്നെയാണ്. തീർച്ചയായിട്ടും. എക്സാക്ട്ലി ആ വിഷയമാണ് ഇപ്പൊ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. നല്ല ഭാഗ്യമുള്ള നടൻ തന്നെയാണ്. അയാളുടെ കഴിവുകൊണ്ട് തന്നെയാണ്, അയാളുടെ എളിമയാണ്, അയാളുടെ ഡെഡിക്കേഷനാണ് ഈ ഭാഗ്യമൊക്കെ അയാൾക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് മുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വന്നൊന്നും അല്ല ഇന്ന് കാണുന്ന. അപ്പൊ ആശാൻ എന്ന് പറയുന്ന സിനിമയെ പോലെ അയാൾ നായകനാണ്. ആളൊരുക്കം എന്ന് പറയുന്ന സിനിമയിൽ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ പിന്നിൽ അയാൾ മറ്റേ മലയുടെ കഥ പറയുന്നത്, മഞ്ഞുമലയുടെ കഥ പറയുന്നത് പോലെയുള്ള ഒരു വലിയ എക്സാക്ട്ലി. നമുക്ക് ഇന്ന് ഭാഗ്യം വരുന്ന വഴികളില് ഇന്ന് നമ്മള് 4ാമത്തെ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ കഠിനാധ്വാനം ഭാഗ്യത്തിന്റെ അടിത്തറ എന്നതാണ് വിഷയം. കഠിനാധ്വാനം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ് എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പൊ നമ്മൾ ഭാഗ്യം എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് എന്ന് പറയും. അതാണ് അവർക്കാണ് അത് ഭാഗ്യം നൽകപ്പെടുന്നെന്ന് പറയും. ആളുകളൊക്കെ ഞാൻ ഈ റെഫറൻസ് നോക്കുമ്പോൾ നോക്കിയാണോടാ നീ വായിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും റെഫറൻസ് വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആധികാരികത കൂട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് പോകുന്നതിനേക്കാൾ നല്ലത് തെറ്റില്ലാതെ അത് പറയുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് സദയം പ്രേക്ഷകർ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോ ഈ ഭാഗ്യം, വെറുതെ ഇരുന്ന് ഭാഗ്യം വരാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കണ്ണ് തുറപ്പിക്കലാണ് ഈ ഭാഗ്യം എന്നത് കഠിനാധ്വാനം ആണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഭാഗ്യത്തിന്റെ ഒരു മഞ്ഞുതലമുണ്ട്. ഇപ്പൊ നേരത്തെ ഷാജി പറഞ്ഞതുപോലെ ഒരു ഐസ്ബർഗ് ആണെങ്കിൽ ഭാഗ്യത്തിന്റെ മുകൾ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഭാഗ്യം കിട്ടിയ ഈവന്റുകൾ, ഭാഗ്യം കൊണ്ടുവന്ന ആ ഭാഗ്യത്തിന്റെ പേരിൽ അവർക്ക് ലഭിച്ച മറ്റു കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ മഞ്ഞുമലയോട് ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ മഞ്ഞുമലയുടെ മുകൾ ഭാഗം കാണുമ്പോൾ അതിന്റെ അടിയിൽ പ്രശസ്തിയൊക്കെ മുകളിലുണ്ട്. പക്ഷെ അതിന്റെ അടിയിൽ എന്താ കിടക്കുന്നത്? ഒട്ടും കാണപ്പെടാത്ത, ദൃശ്യമല്ലാത്ത ഒന്നാണ്. ഉറക്കമില്ലാത്ത അയാളുടെ രാത്രികള്, പരാജയങ്ങള്, കഠിനമായിട്ടുള്ള ഈ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്നത്. എക്സാക്ട്ലി. ആ 80% അടി കിടക്കുന്നത് ദൃശ്യമല്ലാത്തത്. അതിന്റെ താഴോട്ടുള്ള ഇന്ദ്രൻസ് ജോലി ചെയ്താണ് ആ ഭാഗ്യം. അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ മുകളിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ.
ഒരാളൊരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഉറക്കമില്ലാത്ത രാത്രികളിൽ ഗിരീഷ് പുത്തഞ്ചേരി പല്ലാവൂർ നാരായണൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന പോലെ രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദമായിട്ടിരുന്ന് തയ്യാറെടുത്ത് കൊട്ടുപടിച്ച ഈ ഒരു തയ്യാറെടുപ്പ് ലോകം കണ്ടിട്ടേ ഇല്ല. ലോകം കാണുന്ന അരങ്ങത്ത് കയറി വരുന്ന ആ കൊട്ടുകാരനെയാണ് ഒരു ദിവസം പെട്ടെന്ന്, അല്ലെ? ആ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലാണ്. അപ്പം ഇങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് കൂടുതൽ അധ്വാനിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാവുന്നത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി യുക്തിപരമായ വിശദീകരണം എന്താന്ന് വെച്ചാൽ ലോ ഓഫ് പ്രോബബിലിറ്റീസ് ആണ്. ലോ ഓഫ് പ്രോബബിലിറ്റീസ് എന്താണ്? സാധ്യതകളുടെ നിയമം. ഈ സാധ്യതകളുടെ നിയമം പറയുന്നത്, ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. റസൽ കോൺവെൽ എന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രീസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഏക്കേഴ്സ് ഓഫ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, വജ്രങ്ങളുടെ ഏക്കറുകൾ. ആ പുസ്തകത്തിൽ അദ്ദേഹം ഫിലാഡൽഫിയയിലെ കർഷകരെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലാഡൽഫിയ പൊതുവെ ഈ സ്വന്തമായിട്ട് ഖനനം നടത്തിയിട്ട് വജ്രങ്ങൾ നിക്ഷേപം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായി ഖനനം ചെയ്യുന്ന ആളുകളുടെ കർഷകരുടെ ഒരു ആയിരുന്നു ഒരു കാലത്ത്. അപ്പൊ അങ്ങനെ ഈ ഖനനം സ്വന്തമായി ചെയ്യുന്ന കർഷകർ നിരന്തരമായി ഇങ്ങനെ കുഴിച്ച് അവരുടെ സമ്പത്തും അവരുടെ സേവനവും അവരുടെ എല്ലാം നഷ്ടപ്പെടുത്തി ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അവര് പരാജിതരായി പോകാറുണ്ട്. ചിലർക്ക് കിട്ടാറുമുണ്ട്. അങ്ങനെ ഒരു കർഷകൻ, പരാജിതനായി പോയ ഒരു കർഷകൻ അവിടെ നിന്നും വേറെ എവിടേക്കോ ആ സ്ഥലമൊക്കെ വിറ്റിട്ട് വേറെ ആൾക്ക് വിറ്റിട്ട് കിട്ടിയ വിലക്ക് വിറ്റിട്ട് അയാൾ പോയി. ഈ സ്ഥലം വാങ്ങിച്ച പുതിയ കർഷകൻ അയാളൊരു ഈവനിങ് വാക്കിന് തന്റെ കുതിരയൊക്കെ ആയിട്ട് വൈകുന്നേരം കുതിരയൊക്കെ നടത്തിക്കൊണ്ട് കുതിരയുടെ കാലിനൊക്കെ ഒരു ഓട്ടം കിട്ടാൻ ഒക്കെ വേണ്ടിയിട്ട് നടത്തി ഇങ്ങനെ ഒരു ചൂട് നീരുറവുകളുള്ള ഒരു സ്ഥലത്തെത്തി. ആ ചൂട് നീരുറവുകളുള്ള സ്ഥലത്തെത്തുമ്പോൾ ആ കുതിര വെള്ളം കുടിക്കാനായിട്ട് ഈ നീരുറവയുടെ അടുത്ത സമീപത്ത് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ മൂക്ക് കുത്തിയിട്ട്, ഈ കുതിരയുടെ മൂക്ക് കണ്ടിട്ടില്ല, ഇങ്ങനെ മൃഗങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ മണം പിടിച്ചിട്ട് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ മണത്തു നോക്കുന്നവരുണ്ടാവും. അപ്പൊ പെട്ടെന്ന് എന്തോ കണ്ടിട്ട്, വെളിച്ചം കണ്ടതോ എന്തോ ഒന്ന് കണ്ടിട്ട് കുതിര ബഹളി പിടിച്ചിട്ട് ചാടി. കളറ് കണ്ടിട്ടോ എന്തോ കണ്ടിട്ടോ, ഈ മൃഗങ്ങൾ അങ്ങനെ ചെയ്യും. ബഹളി പിടിച്ച് ചാടിയപ്പോ ഇദ്ദേഹം പെട്ടെന്ന് കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് കുതിര വെള്ളം കുടിക്കാൻ പോയി. അപ്പൊ അവിടെ ഒരു വെള്ളത്തിന്റെ മുകളിൽ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. ഒരു ലെയർ എന്ന് വെച്ചാൽ പാട പോലെ എന്തോ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ പാട ഈ കുതിരയുടെ മുഖം ചെന്ന് തൊട്ടപ്പോൾ ആ പാട അങ്ങ് തനിയെ അങ്ങ് മാറി. അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനടിയിൽ ഫിലാഡൽഫിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വജ്ര നിക്ഷേപമാണ് പുറത്തേക്ക് വന്നത്, എഡ്ജില്. അപ്പൊ ആ പഴയ കർഷകൻ, അവന്റെ ഭാഗ്യം എവിടെയായിരുന്നു? അവൻ ഉപേക്ഷിച്ചു പോയ ഒരിടത്തു നിന്നാണ് പുതിയൊരാൾക്ക് ഒരു പണിയെടുക്കാതെ നിസ്സാരമായിട്ട് ഈ ഒരു സാധനം തെളിഞ്ഞു വന്നത്. പക്ഷെ ഇവിടെ കഠിനാധ്വാനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മറ്റൊരാളുടെ കഠിനാധ്വാനം സത്യത്തിൽ ഉണ്ടല്ലോ. കിട്ടിയ ആൾക്കത് ശരിയായിരിക്കാം, അയാൾ അതിന് വില കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന്, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത്. നമ്മൾ 10 വാതിലുകൾ മുട്ടിയാൽ 1 തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പം എന്നാൽ 100 വാതിലുകളിൽ മുട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ചോയ്സാണ്. ഒന്നിലധികം വാതിലുകളിൽ ഒരുപാട് വാതിലുകൾ മുട്ടി ഒരുപാട് പേരോട് ചോദിച്ച് അവസാനം ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു എന്ന് പറയാം, അല്ലെ? ഉദാഹരണമായിട്ട് ഞാൻ ഒരുപാട് വാതിലിൽ മുട്ടി കേട്ടോ, എന്നിട്ട് അവസാനം ആരും വാതിൽ തുറന്നില്ല, ആരും എന്നെ സഹായിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ നിങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അവസാനം ചോദിച്ചു ആസ്ക് ആസ്ക് ആസ്ക്, അതാണ് വാതിൽ. അങ്ങനെ മുട്ടിയ വാതിലുകൾ അവസാനം ഒരു വാതിൽ തുറന്നു. സിനിമയിലൊക്കെ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ മുട്ടും. ഹെൽപ്പ് ഹെൽപ്പ്, വെടിയൊക്കെ കൊണ്ട നായകൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ട് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒക്കെ പോകുമ്പോൾ എല്ലാവരും വാതിലടയ്ക്കും, വില്ലനെ പേടിച്ചിട്ട്. എല്ലാവരും ഇങ്ങനെ വാതിലടച്ച് ഒന്നും തുറക്കില്ല. ഏറ്റവും അവസാനം പോയിട്ട് ഒരു വാതിലിൽ പോയി മുട്ടുമ്പോൾ പെട്ടെന്ന് ആ വാതിലങ്ങ് തുറക്കും, അല്ലെ? കണ്ടിട്ടില്ലേ? നമുക്കൊരു പ്രതീക്ഷയാവുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാലാണ് ഒരു പ്രോബബിലിറ്റീസ് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പ്രവൃത്തിയുടെ എണ്ണം, വോളിയം ഓഫ് ആക്ഷൻ ആണ് വർക്ക് ചെയ്തത്. ഈ പ്രവൃത്തിയുടെ എണ്ണം എന്ന് പറയുന്നതാണ്. അത് കൂടുമ്പോൾ ഭാഗ്യം സംഭവിക്കാനുള്ള സാധ്യതയും സ്വാഭാവികമായിട്ടും വർദ്ധിക്കുക തന്നെയാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി എടുത്ത് സമ്മാനം ലഭിക്കുന്നതിനേക്കാൾ സാധ്യത മത്സരത്തിൽ കണ്ടിട്ടില്ല ആൾക്കാർ. ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ലോട്ടറികൾ, പല ലോട്ടറി എടുക്കുമ്പോൾ ആൾക്കൊരു 100 രൂപ അടിക്കും, അല്ലെങ്കിൽ 200 രൂപ അടിക്കും, ഒരു 1000 രൂപ അടിക്കും, ഒരു 10,000 രൂപ അടിക്കും. അങ്ങനെ വല്ലപ്പോഴൊക്കെ ലോട്ടറി അടിക്കുന്ന ആളുകളുണ്ട്. ആ പ്രോബിലിറ്റി കൂടുന്നതുകൊണ്ടാണല്ലോ ഈ സാധനം വരുന്നത്. ലോട്ടറി എടുക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അത് നല്ലതോ ചീത്തയോ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ആ പ്രോബബിലിറ്റി കൂടുന്നതുകൊണ്ടാണ് അതിന് സാധ്യതയും കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരൊറ്റ ഒന്ന് മാത്രമാണ് എടുക്കുന്നെങ്കിൽ ഈ സാധ്യത ഇല്ലല്ലോ. അപ്പം ആ ഒരു സാധ്യത കൂട്ടുകയാണ്. ഈ നമ്പർ ഓഫ് ആളുകൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്ന് ചിലർ, ഇപ്പോ ലോട്ടറി അങ്ങനെയാണല്ലോ, ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കും, ഒരു ഭാഗ്യത്തിന് വേണ്ടി. അപ്പൊ ഈ പ്രോബബിലിറ്റിയുടെ ഒരു സംഭവം അങ്ങനെയാണല്ലോ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റോബിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ വജ്രം കിട്ടിയ സംഭവം, അത് ഒത്തിരി പേര് ശ്രമിക്കുന്നില്ല.
ഉണ്ട്. ഒത്തിരി പേര് ശ്രമിക്കുന്നില്ലല്ലോ. ഉണ്ട്. ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ നിധി തേടി ഒത്തിരി പേര് നടക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ ഭാഗ്യത്തിന്റെ പ്രോബബിലിറ്റി ആയിട്ട് നോക്കുമ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണോ കൂടുതൽ പ്രോബബിലിറ്റി? നമ്പർ ഓഫ് ആൾക്കാർ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആർക്കെങ്കിലും കിട്ടുള്ളൂ, ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുതലായി. അതെ അതെ, അത് ആ റിസ്ക് അവർ എടുത്ത് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോകുന്നത്. അതെ, അറിഞ്ഞുകൊണ്ട് തന്നെയല്ല. ലോട്ടറി എടുക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റു നിധി തേടി പോകുന്നവർക്കോ എനിക്കിത് കിട്ടും അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടും, അത് അറിയാമല്ലോ. അതെ, നമ്മുടെ പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുവാണല്ലോ. ഈ ശ്രമം ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും കൂടി ഈ ലോട്ടറി മോഡൽ ഉള്ള സാധനത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണോ ഭാഗ്യം കൂടുതൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ? അല്ല, അതൊരു ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ലോട്ടറി പോലുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരിക്കലും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നതിനുള്ള ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പിന്നെ ഭാഗ്യം വരും. അതിനൊരു ചാൻസ് വളരെ കുറവല്ലേ? ചാൻസ് കുറവുള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടാം സമ്മാനം ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേർക്കല്ലേ കിട്ടുള്ളൂ. പ്രോബബിലിറ്റി വളരെ കുറവല്ലേ? സാധ്യത വളരെ 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 കുറവാണ്. അപ്പൊ അതൊരു മാർഗമല്ല എന്ന് തന്നെയാണ്. ഒരു മാർഗമായിട്ട് ഒരിക്കലും കാണരുത്. അപ്പം ഇനിയുള്ളത് നമ്മൾ തയ്യാറെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കഠിനാധ്വാനത്തിൽ ഈ ഭാഗ്യം അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത് എപ്പോഴാണ് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ഈ സാധനം വരുന്നത് എപ്പോഴാണ് നമുക്ക് അറിയില്ല. പക്ഷെ അത് വരുമ്പോൾ നാം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം, പ്രാപ്തമായിരിക്കണം. ഇപ്പൊ ഒരു സമ്പത്ത് വരുമ്പോൾ ആ സമ്പത്ത് നിയന്ത്രിക്കാനും ആ സമ്പത്ത് കൈകാര്യം ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് വേണമെന്ന് പറയും. ഇല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അത് പെട്ടെന്ന് നിലച്ചിരിക്കാതെ ഒരു വലിയൊരു സാധനം, ഒരു ഭാഗ്യം വന്ന് കയറി കഴിഞ്ഞാൽ ആ ഭാഗ്യത്തെ മാനേജ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ഭാഗ്യശാലിയായിട്ടുള്ള മിക്കവാറും ആളുകളും ഭാഗ്യം നിരന്തരമായി നടത്തുന്ന ആളുകളുടെയൊക്കെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ തയ്യാറെടുപ്പ് എപ്പോഴും ഉണ്ടാവും. അവരതിന് കേപ്പബിൾ ആയിരിക്കും. ഈ കാര്യങ്ങൾ എത്രത്തോളം വിജയമുണ്ടോ എന്ന് വെച്ചപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു കായിക താരം വർഷങ്ങളോളം പരിശീലിക്കുന്നത് അതിന്റെ റിസൾട്ട് വരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ആ തയ്യാറെടുപ്പിൽ അവസരം വന്നാലും അയാൾക്ക് അതില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലേ? തയ്യാറെടുപ്പില്ലെങ്കിൽ അവസരം വന്നാൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പം എനിക്കറിയാവുന്ന കോഴിക്കോട്ടുകാരൻ എന്ന നിലയ്ക്ക് പയ്യോളി കടപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കഥ ഞാൻ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട്. പയ്യോളി കടപ്പുറത്ത് പി ടി ഉഷ ഓടുന്നത്, അതിവെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഓടുന്നത്, ഒളിമ്പിക്സ് വരെ എത്തിയ പി ടി ഉഷ മണലാണ് ഓടുന്നത്. അപ്പൊ ഒരൊറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ. ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഉസൈൻ ബോൾട്ട് ജമൈക്കയിൽ പന്ത് കളിക്കാരൻ ഓട്ടക്കാരൻ എന്ന നിലയ്ക്ക്, ദീർഘദൂര ഓട്ടക്കാരൻ എന്ന നിലയ്ക്ക് ഉസൈൻ ബോൾട്ട് ഓടിപ്പടിച്ചത് ജമൈക്കൻ മണ്ണിൽ നിന്നുകൊണ്ടാണ്. എല്ലാ സഹനങ്ങൾക്കും അപ്പുറത്താണ്. അത് നമ്മുടെ IM വിജയൻ ഫുട്ബോൾ പഠിച്ചത് തൃശ്ശൂരെ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ, കൊച്ചു കൊച്ചു ഗ്രൗണ്ടുകളിൽ നിന്ന് പട്ടിണിയുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്കറിയാമല്ലേ. മെസ്സി ആരാണില്ലാത്തത്? എല്ലാ കായിക താരങ്ങളെ നോക്കിയാൽ നമുക്ക് ഇതേപോലെ ഈ കഥകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് തയ്യാറെടുപ്പും അവസരവും തമ്മിലുള്ള ഒരു സമാഗമമാണ് എന്ന് പറയും. ഭാഗ്യം എന്നത് തയ്യാറെടുപ്പും അവസരവും തമ്മിൽ. ഈ അവസരം വലിയ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഈ അവസരം എന്ന് പറയുന്നത് നല്ല അവസരങ്ങളെയും ചീത്ത അവസരങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാനും അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടില്ലേ. ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. ഇത്തരത്തിൽ രക്ഷപ്പെട്ട ഒരു കഥ ഞാൻ പറയാം. ജോൺ H. ഹട്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, US കാരൻ. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ഹട്സ്മാൻ കോർപ്പറേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, വളനിർമ്മാണം പോലുള്ള അത്തരത്തിലുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ ഫാക്ടറി തായ്ലൻഡില് ഒരു പുതിയ ഡിവിഷൻ തുടങ്ങി. ഹട്സ്മാന്റെ പുസ്തകത്തിൽ അത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ സത്യസന്ധമായിട്ടിരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. വിട്ടുകൊടുക്കാനുള്ള അതിനെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പം തായ്ലൻഡിൽ ഈ പുതിയ ഡിവിഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തില് ലാഭകരമായ കണ്ടപ്പം ആ കമ്പനിയുടെ വാർഷിക ബോഡി നടക്കുകയാണ്. വാർഷിക യോഗം നടക്കുമ്പോൾ ആദ്യമായി ഹട്സ്മാൻ ചെയർമാൻ എന്ന നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കാൻ അവർ ക്ഷണിച്ചിട്ട് വരും. ഈ യോഗം നടക്കുന്നതിനിടെ ഈ തായ്ലൻഡിലെ അവരുടെ ഈ പാർട്ട്ണർ അവിടെ വെച്ചൊരു നിർദ്ദേശം വെക്കും. ഞങ്ങൾക്ക് ഈ കമ്പനി വിൽക്കണം, ഇന്ന വില തരും, നിങ്ങൾ മുടക്കിയതിനേക്കാൾ കുറച്ചൊരു പൈസ കൂടുതൽ, അല്ലെങ്കിൽ ഈ കമ്പനി നിങ്ങൾ ഉപേക്ഷിച്ചായിട്ട് കണക്കാക്കിക്കോളൂ. ഹട്സ്മാന് മനസ്സിലായി ഇത് ഒരു ട്രാപ്പായിരുന്നു എന്ന്. ഈ ബന്ധം നന്നായി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി. അപ്പൊ അവിടുത്തെ ലോക്കൽസും കുറച്ച് ഈ വേണ്ടാത്ത ഗുണ്ട അങ്ങനെയുള്ള ആളുകളൊക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. അത് നന്നായി പോകാൻ കഴിയില്ല. ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു തീരുമാനം ഇപ്പോൾ പറഞ്ഞോളൂ, ഉടനെ പറയണം, ഇന്ന് തന്നെ തീരുമാനം പറയണം, ഈ ബോർഡിൽ വെച്ച് തന്നെ തീരുമാനം അറിയിക്കണം. അപ്പോൾ അദ്ദേഹം മീറ്റിങ്ങിനിടയിൽ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ അദ്ദേഹം മെയിൽ ചെയ്തു US കാലിഫോർണിയയിലെ ആസ്ഥാനത്തിലേക്ക് മെയിൽ ചെയ്തപ്പോൾ അവിടെ നിന്നും CEO-യും ചെയർമാനും കൂടെ വൈസ് ചെയർമാനും കൂടെ അദ്ദേഹത്തിന് തിരിച്ച് വിളിച്ചു ഉടനെ തന്നെ. എന്തോ വിഡ്ഢിത്തരമാണ്. അപ്പൊ അദ്ദേഹം അയച്ചിരിക്കുന്നത് കമ്പനി വിഡ്രോ ചെയ്യാനാണ്.
അവർ പറയുന്ന തുകയ്ക്ക് നമ്മൾ വിഡ്രോ ചെയ്യാം എന്നങ്ങ് തീരുമാനിച്ചു. അപ്പൊ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ചെയർമാനാണ് പറയുന്നത്, അത് സൈൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ വേറെ വാക്കൊന്നുമില്ല, അങ്ങനെ സൈൻ ചെയ്യുന്നു. അദ്ദേഹം തിരിച്ചെത്തി. അപ്പൊ ഇവരെല്ലാവരും വളരെ നിരാശരായി പോയി. ഒരു കമ്പനിയെ ഇങ്ങനെ കൊടുക്കേണ്ട വന്നല്ലോ. മുടക്കിനേക്കാൾ കുറച്ച് പൈസ ലാഭവും കിട്ടിയിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ കൃത്യം ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ വലിയൊരു നാഷണൽ കലാമിറ്റിയില് ആ ഫാക്ടറിയും ആ എൻറ്റയർ ഡിവിഷനും തകർന്ന് തരിപ്പണമായി. ഭൂകമ്പം, ഈ പറയുന്ന സമുദ്രം കരകയറി വന്ന് കംപ്ലീറ്റ് നശിച്ചുപോയി, ആർക്കും ഇല്ലാതായി പോയി. അപ്പം ഇവിടെ എവിടെയാണ് ഭാഗ്യം? ഒരു തോന്നലാണ്. ഭാഗ്യം നഷ്ടപ്പെട്ടെന്ന് കരുതിയാൾക്ക് വേറെ രീതിയിൽ ആ ഭാഗ്യം കിട്ടിയെന്നുള്ള ഭാഗ്യം കിട്ടിയവർക്ക് നഷ്ടമായി പോയി. എന്നേക്കും അത് കൈവിട്ടു പോയപ്പോ ഹട്സ്ബാന് ഭാഗ്യം കൊണ്ട് അത് തിരിച്ചു കിട്ടിയെന്നാ പറയാ. അപ്പൊ അത് ആപത്തുകളിൽ നിന്ന് ഒഴിവാകുന്നതാണോ ഭാഗ്യം? ആപത്തിൽ നിന്ന് ഒഴിവാകുന്നത് നമുക്ക് ഭാഗ്യമായിട്ട് മാറും. നമ്മൾ പറയല്ലേ ആപത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ നമുക്കതൊരു വലിയ ഭാഗ്യമല്ലേ? ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? അപ്പൊ കിട്ടല് മാത്രമല്ല, നഷ്ടപ്പെടാതിരിക്കുന്നതും തിരിച്ചു കിട്ടുന്നതും ഒക്കെ ഭാഗ്യമാണ്. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് ഒരു അച്ഛന് ആ കുട്ടിയെ തിരിച്ചു കിട്ടുമ്പോൾ അതൊരു ഭാഗ്യമാണ്, അല്ലെ? അങ്ങനെ ഒരു വസ്തു നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമ്പോൾ നമുക്കൊരു ഭാഗ്യമാണെന്ന് പറയും. തീർച്ചയായിട്ടും അതിന് മൂല്യമുണ്ടല്ലോ. അപ്പൊ അത് കിട്ടിയതൊരു ഭാഗ്യമാണ്. അത് കിട്ടിയ ആളെന്താ പറയാ, അയ്യോ എനിക്ക് ഭാഗ്യത്തിനൊരു ഒരു ഇത് കിട്ടിയെന്ന് പറയും. ഒരു കുട്ടിയെ കിട്ടിയെന്നല്ല പറയാ, ഒരു സ്വർണം കിട്ടിയെന്നോ അല്ലെ മറ്റെന്തെങ്കിലും കിട്ടിയോ അല്ലെങ്കിൽ ജോലി കിട്ടി എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ആപേക്ഷികമാണ്. ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആപേക്ഷികമാണെന്ന് കാണാം. അപ്പൊ ഇതിനകത്ത് കരിയറിൽ കഠിനാധ്വാനം എങ്ങനെ ഭാഗ്യം ആയിട്ട് മാറുന്നു നോക്കാം. നമ്മുടെ കരിയറിൽ കഠിനാധ്വാനം എങ്ങനെയാണ് ഭാഗ്യമായിട്ട് മാറുന്നത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തതയാണ്. കഠിനാധ്വാനിയായ ഒരാളെ മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ട്, അതീവമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസം കൂടുതൽ വലിയ പ്രോജക്റ്റുകളും ഉത്തരവാദിത്വങ്ങളും അയാളെ ഏൽപ്പിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. ഇതിനെയാണ് പുറം ലോകം ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ഓ, അവന്റെ ഒരു ഭാഗ്യമേ. ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്ന ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പുറമേ പോയിട്ട് ഇപ്പം അറേബ്യൻ നാടുകളാണ് നമ്മൾ അത്ര ആളുകൾ ഏറ്റവും കൂടുതലുള്ളത്. അവിടെ പോയി നിന്ന് വിശ്വസ്തമായിട്ട് നിന്ന് അറബിയുടെ കൂടെ നിന്നിട്ട് അവസാനം എല്ലാ കാര്യങ്ങളും അറബി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും അവനെ. ഇവന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്താ പറയാ, ഏതൊരു അറബിയെ പോയിട്ട് പറ്റിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്ന് പറയുമെങ്കിലും കഥ അറിയാവുന്ന പറയും അവന്റെ ഭാഗ്യത്തിന് അവനെ ഒരു അറബി അവന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു, അയാൾ അവനെ ഏൽപ്പിച്ചു എന്ന് പറയും. കഠിനാധ്വാനം റോബിൻജി എപ്പോഴും പറഞ്ഞ അതാണല്ലോ എപ്പിസോഡ് എന്ന് പറയുന്നത്. കഠിനാധ്വാനത്തിന്റെ കൂടെ തന്നെ സതീഷ് നമുക്ക് ഈ ലക്ഷ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമല്ലോ. തെങ്ങ് കയറാൻ ഡെയിലി ഒരാൾ പോകുന്നുണ്ട്, അയാൾ കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ്. പക്ഷെ ഗോളിന് വലിയ സ്ഥാനമുണ്ട്. ലക്ഷ്യം ഈ കഠിനാധ്വാനം ചെയ്യുന്നത് വെറുതെ എന്തിനെങ്കിലും വേണ്ടി അധ്വാനിക്കാനല്ലോ. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കഠിനാധ്വാനികളായിട്ടുള്ള ആളുകളുടെ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ശരീരഭാഷ എന്ന് പറയുന്നത് അധ്വാനിക്കുന്നതിന്റെ ആത്മവിശ്വാസം അയാളുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കും. ഇത് മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കും. ഇവനിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കും എന്നാണ്. ഇതാണ് അവരെ ഒരു കാര്യം ഏൽപ്പിക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യേണ്ട രീതി ഉണ്ട്. അത് എന്താണ്? സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും എന്ന രണ്ട് രീതികളുണ്ട്. അഗ്രികൾച്ചർ ഇക്കോണമിയും നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ കഴിഞ്ഞപ്പം ആ ഒരു സമയത്ത് കാലഘട്ടത്തിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അലഞ്ഞ് നന്നായി അധ്വാനിച്ച് കർഷകരൊക്കെ നമുക്കറിയാമല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് സ്മാർട്ട് വർക്കിനാണ് സ്ഥാനം, ഹാർഡ് വർക്ക് ഇന്നില്ല. ഇന്ന് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്തവരുടെ ആരോഗ്യം നശിച്ചും ഒരു തലമുറയെ നമുക്കിങ്ങനെ കാണാം. ഇന്ന് അതുകൊണ്ട് എല്ലാം യന്ത്രവൽക്കരണവും AI വരെ വന്നു കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ സ്മാർട്ടായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. വെറുതെ പണിയെടുക്കുക അല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ അങ്ങ് പണിയെടുക്കുകയല്ല. സ്മാർട്ടായിട്ടുള്ള ആൾക്കാരും ഭാഗ്യശാലികളും അവർ സ്മാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ ലക്ഷ്യബോധത്തോടെയുള്ള സ്ഥിര പരിശ്രമം ആയിരിക്കണം അവർക്ക് എപ്പോഴും ജോലി എന്ന് പറയുന്നത്. അവരുടെ ഗോളിലേക്കുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള സ്ഥിരമായ പരിശ്രമം. ഒരു എലി സ്ഥിരമായി കരണ്ടുകൊണ്ടിരുന്നാൽ ഭൂമിയെ മുക്കിക്കൊല്ലാൻ അവന് കഴിയുമെന്നൊരു അമേരിക്കൻ സെയിങ് ഉണ്ട്. സ്ഥിരമായിട്ട് ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ തുറന്നിട്ട് ഇതിനകത്ത് വെള്ളം കയറ്റി മുക്കിക്കൊല്ലുന്ന അർത്ഥത്തിലാണ്. അതിനെ ലോജിക്ക് നോക്കണ്ട, അതൊരു സെയിങ് ആണ്. അപ്പൊ ലക്ഷ്യബോധത്തോടെയുള്ള പരിശ്രമം ആണ് മറ്റൊന്ന്. ലക്ഷ്യബോധത്തോടെയുള്ള പരിശ്രമം ചെറിയ കാര്യങ്ങൾ കാണിക്കുന്ന കൃത്യത വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ കാണിക്കുന്ന കൃത്യത വലിയ കാര്യങ്ങൾക്ക് കാരണമാവും. ഇപ്പൊ അറ്റോമിക് ഹാബിറ്റ് പോലുള്ള പുസ്തകങ്ങൾ, ജെയിംസ് ക്ലിയർ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ചില കഥകളുണ്ട്. അത് കോമ്പൗണ്ട് എഫക്റ്റിനെ കുറിച്ച് ഡാരൻ ഹാഡി വളരെ വിശ്രുതമായ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ ചെറിയ കൊച്ചു മൈക്രോ ലെവലിൽ ഇപ്പം ജെയിംസ് ക്ലിയർ പറയുന്ന അറ്റോമിക് ഹാബിറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്.
ടൂർ ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സൈക്കിളോട്ട മത്സരമുണ്ട്. ഈ സൈക്കിളോട്ട മത്സരത്തിൽ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ജയിച്ചിട്ടേ ഇല്ല. നല്ല ടീമൊക്കെ ആയിരുന്നു, ഇതുവരെ ജയിച്ചിട്ടേ ഇല്ല. അപ്പൊ അത് ജയിക്കാൻ വേണ്ടിയിട്ട് ആ ടീമിന്റെ ഉടമസ്ഥന്മാര് അവരെ നല്ല ഒരു കോച്ചിനെ ഏർപ്പാടാക്കി. ആ കോച്ച് എന്താ ചെയ്തതെന്നറിയോ? മൈക്രോ ലെവലുള്ള, അറ്റോമിക് ലെവലുള്ള കുഞ്ഞു 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 മാറ്റങ്ങൾ വരുത്തി. ഒരു ഉദാഹരണത്തിന് സൈക്ലിംഗ് ടീമിന്റെ സൈക്കിളിന്റെ ഇരിക്കുന്ന ആ സീറ്റില്ലേ, ആ സീറ്റ് ഒരു നല്ല പതുപതുത്താക്കി, ഇരിക്കുമ്പോൾ നല്ല സുഖം. മനസ്സിലായില്ലേ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുഞ്ഞു മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളല്ല ചെയ്ത്, ഈ കുഞ്ഞു മാറ്റങ്ങൾ ചെയ്ത് എല്ലാവരും വട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം സംഭവിച്ചത് 50 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മലമ്പാതകളിലൂടെ ദീർഘദൂര ആ സൈക്കിളിംഗ് ഒളിമ്പിക്സ് എന്നാ പറയാ, സൈക്കിൾ രംഗത്ത് ഒളിമ്പിക്സ് എന്നാ പറയാ, ആ സൈക്കിൾ ഒളിമ്പിക്സിൽ ടൂർ ഡി ഫ്രാൻസിൽ വിജയക്കോടി നാട്ടി ഈ ബ്രിട്ടീഷ് ടീം. അപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് ഈ മൈക്രോ ലെവലിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് 100% 300% ഡാരൻ ഹാഡി പറയുന്നു. മൈക്രോ ഹാബിറ്റ്സിൽ ഡാരൻ ഹാഡി കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നു. അത് 300% ആ മാറ്റം എന്ന് പറയുന്നത്. നമ്മൾ 100% എന്നല്ലേ നമ്മൾ പറയുക. അപ്പൊ ഇതിന്റെ ഒരു സാരം എന്താ വെച്ചാല്, ഒരു ചൈനീസ് മുളയുണ്ട്, ചൈനീസ് ബാംബു എന്ന് പറയും, ചൈനീസ് ബാംബു ട്രീ. അപ്പൊ അതിന്റെ മോസോ ബാംബു സ്പീഷീസിൽ പെട്ട ഒരു മുളയാണത്. അത് 4-5 വർഷം മണ്ണിലടി നട്ട് കഴിഞ്ഞാൽ 4-5 വർഷം അങ്ങനെ അനങ്ങാതെ നിൽക്കും, നട്ട പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ അത് എവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ഇത് മണ്ണിനടിയിൽ വേരുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്, വിശാലമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്, നമുക്കറിയാൻ കഴിയില്ല. എന്നിട്ട് ഇത് ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം 80-90 അടി ഉയരത്തിലേക്ക് അങ്ങനെ അടിച്ചു കയറി ഇങ്ങനെ എയ്ത് വിട്ട പോലെ ഒറ്റ കയറ്റമാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഭാഗ്യം എന്നത് ആകാശത്ത് നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒന്നൊന്നുമല്ല, അങ്ങനെ ഒരു മുളയല്ലത്. അത് മറിച്ച് ഒരു കഠിനാധ്വാനത്തിന്റെ വിയർപ്പിൽ നിന്ന് മുളയ്ക്കുന്ന ഒരു ചെടിയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. നിശബ്ദമായിട്ട് അധ്വാനിക്കുകയും നിങ്ങളുടെ വിജയം ഭാഗ്യമായി ലോകം വാഴ്ത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അപ്പം ഭാഗ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നിർവചനം എന്താണെന്ന് വെച്ചാൽ, തയ്യാറെടുപ്പും അവസരവും ഒത്തുചേരുന്ന ബിന്ദുവാണ് ഭാഗ്യം എന്ന് പറയും. തയ്യാറെടുപ്പും അവസരവും കൃത്യമായി നോക്കിയിരിക്കുകയാണ്, അത് രണ്ടും കൂടെ ഒത്തുചേരുന്ന ഒരു ബിന്ദുവാണ് ഭാഗ്യം എന്ന് പറയും. ഇതിനർത്ഥം അവസരം വരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിലും തയ്യാറെടുപ്പ് പൂർണ്ണമായും നമ്മുടെ കൈകളിലാണ്. എപ്പോഴാണ് അവസരം വരിക എന്ന് അറിയില്ലല്ലോ, അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കാം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അവസരങ്ങൾ പലപ്പോഴും മുൻകൂട്ടി അറിയിക്കാതെ മിന്നൽ പിണർ പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അവസരങ്ങൾ വന്നു ചേരുന്നത് ഒരു ഇടിമിന്നൽ പോലെയാണ് വന്നു ചേരുന്നത്. ഒരു വലിയ ബിസിനസ് ഡീലോ, പുതിയൊരു തൊഴിലവസരമോ, ജീവിതം മാറ്റുന്ന ഒരു സൗഹൃദമോ ഒക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. നമ്മൾ വിചാരിക്കാതെ നമുക്കൊക്കെ ഞാനിത് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ പലപ്പോഴും കേൾക്കുന്നവർക്ക് നിങ്ങൾക്കൊക്കെ ഓർമ്മയിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെട്ടത് മിന്നൽ പിണർ പോലെ വന്നത് നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. അവസരങ്ങൾ ഒരുവന്റെ വാതിൽക്ക് വന്ന് മുട്ടും, പക്ഷെ അവൻ അപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ ഭാഗ്യം മറ്റൊരാളെ തേടിപ്പോവും. ഇപ്പൊ ഹിന്ദു മിത്തോളജിയിൽ ലക്ഷ്മിയെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും പറയുന്ന പോലെയാണ്. ലക്ഷ്മി അങ്ങനെ ഒരിക്കൽ ധനം വന്ന് മുട്ടിയാൽ അതിനെ നന്നായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അതിനെ മാത്രമല്ല, അതിനെ കൊണ്ടുവന്ന് ഇരുത്തി, അതിനെ പൂജാമുറിയിൽ കൊണ്ടുവന്നിരുത്തി അതിനെ പൂജിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ അവൾ ഇറങ്ങിപ്പോവും. പിന്നെ അത്ര പെട്ടെന്നൊന്നും വരില്ല ലക്ഷ്മി. വിദ്യ അങ്ങനെയല്ല. വിദ്യ ഒരിക്കൽ വന്നാൽ എന്ത് ചെയ്താലും അവിടെ തന്നെ ഉണ്ടാവും അറിവ്, അതൊരിക്കലും മരിക്കുന്നില്ല. ലക്ഷ്മി അങ്ങനെയല്ല. ലക്ഷ്മി അത്ര കരുതലോടെ പൂജിച്ചുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരിക്കൽ വന്ന് വാതിൽ മുട്ടുമ്പോൾ ആ വാതിൽ തുറക്കാൻ നമ്മളെ കാണണം, അവസരത്തിന് നമ്മളെ ഉണ്ടാവണം എന്നാണ്. ആരോഗ്യം ഉണ്ടാവണം. ഫിസിക്കലി അത് വലിയൊരു കാര്യമായിട്ടോ, ആരോഗ്യം ഉണ്ടാവണം. സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈപിടിക്കാൻ വലിച്ചു കയറ്റണ്ട ഇങ്ങോട്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പും ആരോഗ്യവും ഉണ്ടാവണം. അതൊരു ഈവന്റ് ആണല്ലോ. അദൃശ്യമായ തയ്യാറെടുപ്പുകളുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇൻവിസിബിൾ പ്രിപ്പറേഷൻ. ഭാഗ്യം ലഭിച്ചവർ വിജയിച്ചു നിൽക്കുമ്പോൾ നാം കാണുന്നത് അവരുടെ വിജയ നിമിഷം മാത്രമാണ്. എന്നാൽ ആ നിമിഷത്തിലേക്ക് അവരെ എത്തിച്ച വർഷങ്ങൾ നീണ്ട പരിശ്രമമുണ്ട്. ഐസ്ബർഗ് പോലെയാണ്, നീണ്ടു കിടക്കുന്ന ഒരു വലിയ പരിശ്രമമുണ്ട്. അപ്പൊ അതിന് ഏറ്റവും കൂടെ സഹായിക്കുന്നത് തുടർച്ചയായുള്ള അവരുടെ പഠനം, സെൽഫ് ലേണിംഗ്, പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക,
ഇപ്പൊ നമ്മള് പല ആൾക്കാരും ഇപ്പം എബ്രഹാം ലിങ്കന്റെ കഥ കേൾക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിന്റെ കഥ കേൾക്കുകയാണെങ്കിലൊക്കെ ഈ സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് നിർത്താതെ വഴിവിളക്കിന്റെ ചുവട്ടിൽ നിന്നും പഠിച്ചും സൈക്കിളെടുത്ത് പോയും പഠിച്ചും നിർത്താതെ ഈ സെൽഫ് ലേണിംഗ് അവസാന നിമിഷം വരെ തുടർന്നിരുന്നവരാണ് അവരൊക്കെ എന്ന് പറയുന്നത്. ഭാഗ്യശാലി എപ്പോഴും അങ്ങനെയായിരിക്കും എന്നാണ്. നൈപുണ്യ വികസനം ഉണ്ട് അവർക്ക്, സ്കിൽ ഡെവലപ്മെന്റ് ബിൽഡിംഗ് അത് വളരെ കൂടുതലാണ്. നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും മികച്ചവനാവുക എന്നാണ് സ്കില്ല്. നമുക്കുള്ള സ്കില്ലില് മറ്റൊരാളെ, ഇപ്പൊ ഞാനൊരു സിനിമ പ്രവർത്തകനാണെങ്കിൽ എൻ്റെ ആ മേഖലയിൽ സ്കില്ല് കൂട്ടിക്കൊണ്ട് ഞാൻ ഇരിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും മേഖലയിൽ അങ്ങനെ ആയിരിക്കുന്നത് ദ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ്. അപ്പം നിരീക്ഷണം ശക്തമാക്കുക, ചുറ്റുമുള്ള ലോകത്ത് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. AI യുഗത്തിൽ വരുന്ന മാറ്റങ്ങളടക്കം ഉൾക്കൊള്ള ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ ഇന്ന് നമുക്ക് ഭാഗ്യം എന്ന് നമ്മളെ വിവക്ഷിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഗുഡ് ഫോർച്യൂൺസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ടൈമിംഗ് എന്ന കല എന്താണ്? ആർട്ട് ഓഫ് ടൈമിംഗ് എന്താ? സമയം പാലിക്കുക. ഷാജി എപ്പോഴും പറയുന്നതാണ് സമയത്തെക്കുറിച്ച്. സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ ആ സമയത്ത് എത്തണം, അതെനിക്ക് നിർബന്ധമാണെന്ന് പറയില്ലേ. സമയം പാലിക്കുക എന്നത് ഭാഗ്യശാലികളുടെ ഒരു പ്രധാന സ്വഭാവമാണ്. ഓൺ ടൈം ആയിരിക്കും അവര്. വൈകി വരുന്നവന് നിഷേധിക്കപ്പെടുന്ന ഭാഗ്യം. ലോകത്തിലെ ഏറ്റവും വലിയ അവസരം വന്നാലും നിങ്ങൾ 5 മിനിറ്റ് വൈകിയാണ് എത്തുന്നതെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്ക് അന്യമാണ് എന്ന് കാണാം. ഇതാണ്. മറ്റൊന്ന് തീരുമാനങ്ങളാണ്. തീരുമാനങ്ങൾ ശരിയായ സമയത്ത് അതെ എന്നോ അല്ല എന്നോ പറയാൻ കഴിയുന്നതാണ് ഭാഗ്യത്തിന്റെ കാതൽ. പവർ ഓഫ് നോ. നോ എന്ന് പറയാൻ കഴിയാത്തതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് യെസ് പറഞ്ഞതിനേക്കാൾ കൂടുതലുള്ളത്. യെസ് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. നോ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് ചാടിക്കേറി യെസ് പറയുന്നതാണ് പല അപകടങ്ങളും ഉണ്ടാക്കുന്നത്. ആലോചിക്കാതെ ഉടനെ കയറി അങ്ങ് പറയും, ആലോചിക്കാതെ. നീ ആലോചിച്ചിട്ട് തന്നെയാണോ പറഞ്ഞത്? യെസ് പറഞ്ഞത്, കൊടുക്കാന്ന് പറഞ്ഞത് വല്ല നടക്കുവോ? അല്ല, അത് നോക്കാന്നേ, ഇല്ലെങ്കിൽ ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ പോരാ. എന്നാ പിന്നെ ഇതിപ്പോ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പൊ പറയില്ല. അപ്പൊ പവർ ഓഫ് നോ. നോ പറയുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഭാഗ്യശാലികൾക്ക് നോ പറയാൻ അറിയാം എന്നാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഭാഗ്യം കൂടുതൽ ലഭിക്കും. നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഭാഗ്യം കൂടുതൽ ലഭിക്കും. അവർ അനാവശ്യമായി സമയം കളയാത്തതാണ് കാരണം. മുൻഗണനകൾക്ക്, പ്രയോറിറ്റൈസേഷന് അവർ പ്രാധാന്യം നൽകും. ഇവരുടെ ആശയവിനിമയം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അവസരം വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മുൻപുള്ള തയ്യാറെടുപ്പിന്റെ ഫലമായിട്ടാണ്. മുൻകൂട്ടി തയ്യാറെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുന്നത്. തയ്യാറെടുപ്പുള്ള ഒരാളുടെ വാക്കുകൾക്ക് കൂടുതൽ വ്യക്തതയും ശക്തിയും ഉണ്ടാവും എന്നാണ്. ഉണ്ടാവില്ല, ശക്തി ഉണ്ടാവും, വ്യക്തത ഉണ്ടാവും. അപ്പൊ തയ്യാറെടുക്കാനുള്ള 3 ലളിതമായ ഘട്ടങ്ങൾ നോക്കാം. ദിവസം ക്രമീകരിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചൂടെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഒരു ചൂടെങ്കിലും എന്ന് പറയാം. തടസ്സങ്ങളെ മുൻകൂട്ടി കാണുക. പ്രതിസന്ധികൾ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു പ്ലാൻ ബി ഉള്ളവർക്ക് ഒരിക്കലും അവര് നിർഭാഗ്യവാന്മാരാവില്ല തന്നെ. സിസ്റ്റം തിങ്കിങ് എന്നൊരു പുസ്തകമാണ്, ഞാൻ അടുത്ത് വായിച്ചൊരു പുസ്തകമാണ് സിസ്റ്റം തിങ്കിങ് പറയുന്നത് വെച്ചാൽ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട്. ഞാൻ സതീഷോട് അതിനെക്കുറിച്ച് ഒരു ദിവസം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ തയ്യാറെടുപ്പിനുള്ള 3 ഘട്ടങ്ങളാണ്. എന്തിനാണ്? ഭാഗ്യം വരാനുള്ള തയ്യാറെടുപ്പിനുള്ള 3 ഘട്ടങ്ങൾ. ദിവസം ഭാഗ്യശാലികളുടെ തയ്യാറെടുപ്പാണ്. ദിവസം ക്രമം ചെയ്യും, റുട്ടീൻ. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചൂടെങ്കിലും വെക്കണം എന്നാ പറയുന്നത്. രണ്ടാമത്തെ കാര്യം തടസ്സങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുക എന്നതാണ്. പ്രതിസന്ധികൾ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു പ്ലാൻ ബി ഉള്ളവർക്ക് ഒരിക്കലും അവര് നിർഭാഗ്യവാന്മാർ ആവില്ല എന്നാണ്. ഞാനിപ്പോ അടുത്ത് സിസ്റ്റം തിങ്കിങ് എന്നൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, നാളെ ഏതെങ്കിലും സമയത്ത് നമുക്കൊരു ചെയ്തു തീർക്കേണ്ട ഒരു കടമയോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ആ കടമ നമ്മൾ പക്ഷേ അതിനുള്ള പ്ലാൻ ഇന്നേ ഉണ്ടായിരിക്കണം. അത് വരട്ടെ. ആ വരുമ്പോൾ ഇപ്പൊ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സൂചന, ഒരു ആരോഗ്യമോ എന്തെങ്കിലും ബന്ധപ്പെട്ട് ചെറിയ സൂചന വന്നു വിചാരിച്ചു, ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം, ഒരടയാളം, അത് കുഴപ്പമില്ല. അതങ്ങ് അവഗണിച്ച് വിടുകയും അത് വലിയ ഒരു പ്രശ്നമായിട്ട് പിന്നീട് മാറുകയും ചെയ്യും. പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കൊരു സിസ്റ്റം തിങ്കിങ് വേണം. ഭാഗ്യശാലികളുടെ ഏറ്റവും വലിയ പ്രത്യേകത സിസ്റ്റം തിങ്കേഴ്സ് ആയിരിക്കും അവരങ്ങനെ പോവുള്ളൂ. സദാ സജ്ജരായിരിക്കും അവർ, എപ്പോഴും റെഡി ആയിരിക്കും. അവസരം വരുമ്പോൾ തയ്യാറെടുക്കാം എന്ന് കരുതരുത്. അവരങ്ങനെ കരുതില്ല. പകരം അവസരം വരുമ്പോൾ ഞാൻ തയ്യാറായിരിക്കും എന്നാണ് അവർ കരുതുക. ഞാൻ റെഡിയാണ് അവസരം വരുമ്പോൾ എന്ന് അവർ സ്വയം കരുതുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ സാരം എന്ന് പറയുന്നത്, ഭാഗ്യം എന്നത് ഭാഗ്യവാന്മാരുടെ പുറകെ പോകുന്നതല്ല, ഭാഗ്യം ഉള്ള ആളുകളുടെ പുറകെ പോകുന്നതല്ല ഭാഗ്യം എന്നത്. മറിച്ച് കാത്തിരിക്കാൻ ക്ഷമയും പിടിച്ചെടുക്കാൻ തയ്യാറെടുപ്പും ഉള്ളവരുടെ അടുത്തേക്ക് ഒഴുകിയെത്തുന്നതാണ് ഭാഗ്യം.
അത് സ്വീകരിക്കാനും പിടിച്ചെടുക്കാനും കഴിവുള്ള, ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തയ്യാറെടുപ്പോട് കൂടിയിരിക്കുന്ന സിസ്റ്റം തിങ്കേഴ്സ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, പ്രോബബിലിറ്റി തിങ്കേഴ്സ് ആയിട്ടുള്ള, സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളുടെ അടുത്തേക്ക് ഒഴുകിയെത്തുന്നതാണ് ഭാഗ്യം. സമയം വളരെയേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പും അനിവാര്യമാണ്. ഞാൻ ഭാഗ്യത്തെക്കുറിച്ചുള്ള ഒരു അസാമാന്യമായിട്ടുള്ള ഒരു കഥ പറയാം. ആ കഥ ഇങ്ങനെയാണ്. ഒരു പാർക്കില് സാമ്പത്തികമായി വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടി നശിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം, ആത്മഹത്യ വേണോ ജീവിക്കണോ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ച് അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് മുന്നിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് പലപ്പോഴും വന്നപ്പോൾ ആ ആളെ കണ്ടിട്ടുണ്ട്. മാന്യനാണ്, കാഴ്ചയിൽ കുറച്ച് കൊള്ളാവുന്ന ഒരാളാണെന്ന് തോന്നി. ഇയാളെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ, ഇയാളുടെ വിഷമമൊക്കെ കണ്ടപ്പം ആ പ്രായമുള്ള ആൾ, കുറച്ച് പ്രായമുണ്ട്, അദ്ദേഹം നടന്ന് അടുത്ത് വന്നു. നിങ്ങളെ ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ട്, എന്ത് പറ്റി, മുഖത്തൊരു വല്ലാതെ മ്ലാനത പോലെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ ചെറുപ്പക്കാരൻ ഇയാളുടെ കഥ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ആർജവം, നിങ്ങൾക്ക് വലിയ കഴിവുള്ള ആളാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലായി, നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് $1,00,000 തരാം. $1,00,000 എനിക്കോ? ഒരു പരിചയമില്ലാതെയോ? അല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, ഞാൻ നിങ്ങൾക്ക് $1,00,000 തരാം. ഈ $1,00,000 നിങ്ങൾ ബിസിനസ് ചെയ്യൂ അത് വെച്ചിട്ട്, എന്നാൽ നിങ്ങൾ പക്ഷേ എനിക്കിത് മടക്കി തരണം. ഈ $1,00,000 തന്നെയായിട്ട് നിങ്ങൾ എനിക്ക് ഒരു 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തെ കാലാവധി തരാം, നിങ്ങൾ എനിക്ക് മടക്കി തരണം. അപ്പൊ നിങ്ങൾക്ക് ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്നുള്ള നിങ്ങളെ ഒരു വിഷമം തീരുമല്ലോ. അപ്പൊ ഇദ്ദേഹം അത് തമാശ പറയാണ്. നിങ്ങൾ തമാശ പറയുകയാണോ എന്ന് ഇയാൾ ചോദിച്ചു. അല്ല, ഞാൻ അങ്ങനെ തമാശ പറയുന്ന ആളല്ല. അപ്പൊ ഉടനെ തന്നെ ഇദ്ദേഹം നടന്നിട്ട് ഒരു കാര്യം ചെയ്തു, ചെറുപ്പക്കാരൻ എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം തൊട്ടടുത്ത് തന്നെ കാറിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ അക്കാലത്തെ ഏറ്റവും വില കൂടിയ ആ കാറാണ്, ഫോർഡ് കാറാണ് കിടക്കുന്നത്. ആ കാർ ഉപയോഗിക്കുന്ന വലിയ ധനാഢ്യനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഫോർഡ് കാറ് തുറന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാഗ് എടുത്തിട്ട് അദ്ദേഹത്തിന് തന്നെ ചെക്ക് എടുത്തിട്ട് $1,00,000 ചെക്ക് അപ്പോൾ തന്നെ എഴുതി കൊടുത്തു. ആ ചെക്ക് വാങ്ങിച്ച് ആ ചെക്ക് കയ്യിൽ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ, അപ്പൊ അയാൾ ഈ ചെക്ക് ഇങ്ങനെ കയ്യിൽ വാങ്ങിച്ചു. ഇയാൾ അങ്ങനെ വിറച്ചാ നിൽക്കുന്നത്. അപ്പം ഇയാൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇത് സത്യമാണെന്ന് അറിയില്ല, ഫ്രോഡാണോ എന്ന് അറിയില്ലല്ലോ. ഇദ്ദേഹം കാറിൽ കയറി. അപ്പൊ പറഞ്ഞ പോലെ എല്ലാ കണ്ടീഷനും പാലിക്കണം, 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം, ഞാൻ അപ്പൊ അങ്ങ് എവിടെയാണ്, അതൊക്കെ നമുക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ചെക്കിലേക്ക് നോക്കിയപ്പോഴാണ്, ഫ്രോഡാണോ എന്ന് നോക്കിയ ആളാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ പോയത് ആരാന്നറിയോ? ഹെൻറി ഫോർഡാണ് പോയത്. ഫോർഡ് വാഹനത്തിന്റെ ഉടമസ്ഥൻ ഹെൻറി ഫോർഡ്. ഞെട്ടിപ്പോയി ആള്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഈ ധനം ഉപയോഗിച്ച് വലിയ ബിസിനസ് ചെയ്ത് അത്യാവശ്യം ഈ 2 വർഷം കൊണ്ട് വലിയ നിലയിലേക്ക് എത്തി, അറിയപ്പെടുന്ന വലിയ ഒരു ബിസിനസ്സുകാരനായി തിരിച്ചു വന്ന് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പോൾ ഹെൻറി ഫോർഡിന്റെ ആസ്ഥാനത്ത് ഇദ്ദേഹത്തെ കാണാനെത്തി. അവിടെ ചെന്ന് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് അന്ന് അത്ര എളുപ്പമല്ല, പക്ഷെ ഇയാൾ വളർന്നപ്പോഴും ഇയാളുടെ കഥകളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഹെൻറി ഫോർഡ് സ്വീകരിക്കാനായി എത്തി. സ്വീകരിച്ചിരുത്തി, നീ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു, നിന്റെ വിശ്വസ്തത അതെനിക്ക് ഇഷ്ടമായി. അപ്പം നീ സമയത്ത് തന്നെയാണ്, കൃത്യ ദിവസം തന്നെയാണ് നീ വന്നത്. അപ്പൊ അങ്ങന്ന് പറഞ്ഞതുപോലെ അങ്ങ് എനിക്ക് തന്ന ആ പണം ഞാൻ ഉപയോഗിച്ച് ഞാൻ പണമുണ്ടാക്കി, അത് ഞാൻ തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇയാളൊരു കവർ എടുത്തു കയ്യില്. അപ്പൊ ഈ ഹെൻറി ഫോർഡ്, ഓ നീ അത് ചെക്കായിട്ട് തന്നെയാണ് എനിക്ക് തിരിച്ചു തരാൻ പോകുന്നത്, ഓക്കെ. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അതിന് കൂടെ വേറൊരു ചെറിയൊരു ചെക്ക് കൊടുത്തു. ഇതെന്റെ ഒരു ആദ്യം അതാ കൊടുത്തത്, എന്റെ ഒരു ചാരിറ്റിയാണ്, അങ്ങനെ സഹായിച്ചതിന് അങ്ങയുടെ ഫൗണ്ടേഷനിലേക്ക് എനിക്കൊരു ചെറിയ ചാരിറ്റി, അത് തന്നെ വലിയ തുകയുണ്ട്. ഓ ഇത്രയും ചാരിറ്റി ചെയ്യാൻ പാകത്തിനൊക്കെ നീ വളർന്നു, വലിയ സന്തോഷമായി. അപ്പൊ അങ്ങനെ ഇത് അങ്ങ് എനിക്ക് തന്ന തുക അത് ഞാൻ മടക്കി തരികയാണ്. ആ കവർ തുറന്ന് ഹെൻറി ഫോർഡ് ആ കവർ തുറന്നിട്ട് ആ ചെക്കിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തായിരിക്കും ഹെൻറി ഫോർഡ് ആ കവറിനുള്ളിൽ കണ്ടത്? എന്തായിരിക്കും?